He used to call me every day. No, I'll come. He had not one shot also in the day. 6 or 7 or 8 days. He used to come every day just to give cues to the other actors. റെഡിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അമലേട്ടനെ കാണാം. അപ്പം കയറി വരുമ്പം ഞാൻ എണീറ്റ് നിന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഞാനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ചെയ്തു. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യു ബെറ്റർ ബി ഷുവർ ഓഫ് ഇറ്റ്. അതില്ല എങ്കിൽ ചോദിക്കാതെ മിണ്ടാതെ കേട്ടു. പുള്ളിക്കാരൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ചോയ്സസ് അങ്ങനെയായിരിക്കും. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. സുധി ഒരു സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പടത്തിലുണ്ടോന്ന് നമ്മൾ ചോദിച്ചാൽ പുള്ളിക്ക് മലയാളം അറിയുമ്പോൾ ഒന്നും നമ്മളെപ്പോലും അറിയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ പോലെ ഇദ്ദേഹം അഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കിയാൽ അതെല്ലാം വിജയിക്കുന്ന സിനിമകളിലെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ്. നിങ്ങളെ കേസ് കുത്തിപ്പോക്കാൻ വേണ്ടിയാണോ? കണ്ടാ അപ്പോഴും കണ്ടാ അപ്പോഴും നിർത്തി പോവാന്നല്ല പറഞ്ഞത്, വേണ്ടെന്നില്ല. എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. നിരസിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. സുധി എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ എനിക്ക് ഡയറക്ഷൻ തന്നെ എന്റെ എയിം, എന്റെ അതാണ്. എനിക്ക് അഭിനയം എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടംപോലെ ഓഫർ വന്നിട്ട് ഞാൻ നിരസിച്ച. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഓക്കെ കറക്റ്റാന്ന് പുള്ളി പറഞ്ഞപ്പോ തന്നെ വേറൊരു ഭാഷയാണ്. തിരിച്ചു വന്നിട്ട് അതെനിക്കില്ല. ഞാൻ പറഞ്ഞു വന്ന ഇവിടെ ഇരിക്കാം. ഞാൻ വരുന്നുണ്ട് ചെയ്യാൻ. അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം ആട് അവിടെ കിടന്ന് കളിക്കാൻ പോവാം. അതിന്റെ ഇടക്കാണ് ഈ ഹൈദരാബാദ് പറഞ്ഞത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. സ്വാഗതം. എവിടെയായിരുന്നു? കുറെ പിന്നെ എവിടെ കാണാത്ത? നിങ്ങൾ ഭയങ്കര ബിസിയല്ലേ? ഇപ്പൊ നേരെ തിരിച്ചാ. നേരെ തിരിച്ചല്ല, അതാണ് സത്യം. നമ്മൾ ഇവിടുത്തെ ഞാനൊരു വലിയ പടത്തിന്റെ ആൾക്കാരായി. എങ്ങനെ വലിയ വലിയ പടങ്ങളും വലിയ വലിയ ഇവന്റ്സും ഞാൻ ഈ ഹോട്ടലിലേക്ക് എന്തോ റൈഡ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു വന്നാ. അല്ല, ED റൈഡ് ആണെന്നൊക്കെ അറിയണത്. കുറെ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ വന്നപ്പം ടാക്സിയിലുള്ള റൈഡാന്ന് മനസ്സിലായി. എനിക്ക് എന്ത് വേണം, ഇത് റൈഡ്. അത് ഞാൻ റൈഡാന്ന് മനസ്സിലാക്കിയത്. വന്നപ്പോ ടാക്സി ആയിട്ടുള്ള റൈഡാന്ന് മനസ്സിലാക്കി. നല്ലൊരു സിനിമയുടെ ഭാഗമാണ് അല്ലേ? ഒരു ടാക്സിയുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സിയിലോടുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, എൻ്റെ ഒരു കോണ്ടന്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സിനിമ കണ്ട് ബാക്കി ടാക്സിയിലാണോ ബസ്സിലാണോ എന്നൊക്കെ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ. സിനിമ കണ്ട് തീരുമാനിക്കണം എന്താണ് യാത്ര. യാദൃശ്യമായിട്ട് ഒരു നമ്മൾ പലരും ഒരു ജീവിതത്തിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര തുടങ്ങുന്നു. പലരും പല ടൈമിൽ കണ്ടുമുട്ടുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു അവർക്ക് ആ യാത്രയിൽ ഒന്നിച്ച് പോകേണ്ടി വരുന്നു. അതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ പ്രത്യേകത. ഇത്ര പറയാവുള്ളൂ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല ഇത്രയും പറഞ്ഞത്. ബാക്കി ഇനി മൊത്തം പറഞ്ഞത് നിങ്ങൾക്ക് സിനിമയ്ക്ക് വരില്ല. എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി. അതിൻ്റെ ഉള്ളടക്കം എനിക്ക് ഉൾക്കൊണ്ടു. ഞാൻ എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? പ്രേക്ഷകർ കാണണമെന്ന് നമ്മൾ പറയുവാണ്, എന്ത് പറയും? Why to watch it? Yeah, what would you want to tell the audience? So പുള്ളിക്കാരൻ മലയാളിയാണ്, അച്ഛൻ മലയാളിയാണ്, പക്ഷെ ബോംബെയിൽ അങ്ങനെയായിപ്പോയി. മലയാളം മനസ്സിലാവും. തിരിച്ച് ഏത് ഭാഷയിൽ വേണമെങ്കിൽ സംസാരിക്കും. എത്ര ലാംഗ്വേജിൽ സംസാരിക്കുമായിരിക്കും? ഹിന്ദി, ഇംഗ്ലീഷ് പ്രോപ്പർലി, മലയാളം ലിറ്റിൽ ബിറ്റ്. മലയാളം കുറച്ച് അറിയാം. തോടാ പക്ഷേ അല്ല പറയാൻ പറ്റൂ, പക്ഷേ പ്രാക്ടീസ് ഇല്ല. റിപ്ലൈ ഞാൻ മലയാളം ഇപ്പൊ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രാക്ടീസ് അതിനകത്തുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ട്. ആ ഉള്ള മലയാളം പോയത് ആ ഷൂട്ടിങ്ങിന് നിങ്ങളുടെ കൂടെ കൂടിയതാന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ട് മലയാളം നന്നായത്. എനിക്ക് അതാ പോയതെന്ന് എനിക്ക് തോന്നണം. നിങ്ങൾ പഠിപ്പിച്ചാണ്. പുള്ളിക്കാരൻ ഇപ്പം തുടങ്ങി. രഹസ്യമായിട്ട് നന്നായിട്ട് മലയാളം പറയും. നമ്മളെ കാണുമ്പോഴേക്കും അത് അല്ലേ കാണുമ്പോൾ പ്രശ്നമുള്ളൂ. വീട്ടുകാരൊക്കെ ഭയങ്കര പറയണേ. എന്റെ പോലെ വിശന്നിട്ട് പോയി ഭയങ്കര പലയിടത്ത്
ചൂടാകുമ്പോഴൊക്കെ മലയാളം പറയും. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ചോദിച്ച അപ്പൊ തന്നെ മലയാളം അറിയാത്തോണ്ട് സംസാരിച്ചു. അടുത്ത പടത്തിലുണ്ടെന്ന് ചോദിച്ചാൽ ഒട്ടും മലയാളം അറിയാൻ പറ്റില്ല. क्या बोल रहे हैं? इसका 20% समझ में आया. അടുത്ത പടത്തിലുണ്ടെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് മലയാളം അറിയുമ്പോൾ ഒന്നും നമ്മളെ പോലും അറിയാൻ പറ്റില്ല. അതിനുള്ള ആൻസർ ഇല്ല. I don't understand anything. കറക്റ്റ് ആട്ടോ. എല്ലാവരും പിടിക്കുന്ന സ്റ്റാർട്ടിന് പുള്ളി പഠിച്ച് അത് ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റിയ ഏക സാധനം അതായിരുന്നു. അതെ അതെ. That's right. Allah, the ride, it's the same thing I feel that is going to get the audience, which I felt when Suhas Shetty told me the story. I just felt when it started, I was very intrigued and I had no idea where it's going to go. And when he told me as it's progressing, I loved it. As a listener, when I heard for the first time. And I think all of us came because of the story. It was something very unique and it has got, you can connect to although it's a thriller, it is actually based on human emotion which you, me, all of us feel. No. But in the vessel of a thriller. So I feel that when people decide to go and watch the film, they will go with one expectation, they will start with one emotion, but they will end with a completely different emotion. And I think that is the USP, not because it's our film, but the USP of that script and story and the characters is that. You from Kerala? Yes, my father is from Kerala. Which place? Irinjalakuda. Irinjalakuda. Innocent. Innocent was my father's classmate. Oh. First time in a direction? Allah, in Malayalam, yes. Yeah, Malayalam first time है ना? First time, yeah. पहले हिंदी. हिंदी में किया था and then एक कंपनी था हम लोग Nandita Das, me and another partner, we had a company. So we used to adapt scripts from all over the world, Germany, Bengal, Marathi, Poland, Russia, and we used to, it was a hybrid of film and theatre. So we used to shoot theatrical scripts like cinema. ഒരു ചെറിയ മീനല്ല, വലിയ മീനാണ്. അപ്പോൾ അടുത്ത സിനിമയ്ക്ക് വെച്ചാൽ എങ്ങനെയൊക്കെ മിണ്ടാതെ പോകും. ബാക്ക് ടു ബാക്ക് സിനിമയുണ്ട്. മലയാളത്തിൽ കിടന്ന് കളിച്ചാൽ മതി. അതെ അതെ. ഞാനല്ലേ? ആ അതെ. മനസ്സിലായ? ഞാൻ ഇവിടെ വിട്ട് പോവാൻ പോവാ. തീരുമാനിച്ചോ? ഉറപ്പിച്ചാ? ഇല്ല, എന്നെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഏത് സമയത്ത് പറഞ്ഞു? അതെന്തോ വലിയത് വരാനിരിക്കുക. ഇവിടുന്ന് കേരളത്തിന് മുമ്പ് പറഞ്ഞു കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഞാൻ കൂടാതെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, മുംബൈയിൽ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. എന്തിനാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അഭിനയിക്കാൻ അടുത്ത പടത്തില്. അങ്ങനെ സാധിക്കുമോ? ഇത് നടക്കുമായിരിക്കും. ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആ ടീമിൽ പെട്ട. ഇപ്പം ചില കാര്യങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇവിടെ പറയാൻ പറ്റൂല. ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഒരു ദിവസം കഥ പറയണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ, പുള്ളിക്കാരൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചു. ഇങ്ങനെ കഥ പറയണം, ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു 6-7 ഡേയ്സുള്ള ക്യാരക്ടറാണ്, നിങ്ങൾ ചെയ്യുമോ? മാറ്റർ, ഞാൻ കഥ കേൾക്കാം. അങ്ങനെ കഥ കേട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല കഥയാണ്. എൻ്റെ സ്ക്രീൻ സ്പേസ് അധികം ഇല്ല, കുറച്ചാണ്. പക്ഷെ ആ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഈ കഥയിലുള്ള ഒരു അതിനുള്ള ഇമ്പോർട്ടൻസ്, ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലസ് ഓൺ ദ ഹോൾ ഈ കഥ ഒരു നല്ല കഥയാണ്. അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഒരു അടിപൊളിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു വാച്ച് ആയിരിക്കും. സോ അത് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഓക്കെ. എപ്പോഴും മലയാള സിനിമകൾ നമ്മൾ കാണുന്നു, മറ്റ് ലാംഗ്വേജിലൊക്കെ കാണുന്നു. എന്നും പല ആളുകൾക്ക് താങ്കളെ പ്രിയമാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും മലയാള സിനിമയ്ക്ക് വരുമ്പോൾ താങ്കളുടെ സ്ക്രീനിൽ കാണുന്നത് കൈയടിക്കുന്നത്. ആ മലയാളി പ്രേക്ഷകരിൽ വിട്ട് നിങ്ങൾ മറ്റ് ലാംഗ്വേജിൽ പോകുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും കാണുക? ഇൻട്രസ്റ്റോ? ഓഡിയൻസിലുള്ള ഏത് ഓഡിയൻസിന്? സാധാ ഇപ്പം മലയാളി ഓഡിയൻസ്, മറ്റു ലാംഗ്വേജിലും ഓഡിയൻസ് ഉണ്ട്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ടാവും എപ്പോഴും. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് ലാംഗ്വേജ് വേറെ ആണെങ്കിലും ഞാൻ സിനിമേനെ ഒരുപോലെയാണ് കാണുന്നത്. കറക്റ്റ്. എനിക്ക് അങ്ങനെ ഈ ഓഡിയൻസ് ബെസ്റ്റ്, അത് അല്ലെങ്കിൽ അവർ ബെറ്റർ, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഒരു കഥ അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ. ഇപ്പം ഞാനൊരു സീരീസ് ചെയ്യുന്നുണ്ട്, അതിൽ ഡയലോഗ്സ് തീരെയില്ല. ഒരു 40 മിനിറ്റ് എപ്പിസോഡ്, ഒരു 40 മിനിറ്റ് എപ്പിസോഡാണ്.
7 episodes ഉണ്ട്. അപ്പം ഇതിലൊന്നിലും ഡയലോഗ്സ് ഇല്ല. സോ നോ ലാംഗ്വേജ്. എനിക്ക് അതുപോലെയാണ്, ഏത് ലാംഗ്വേജ് എടുത്താലും അതുപോലെയാണ്. എനിക്ക് ആ കഥയും ആ കഥാപാത്രം എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലാംഗ്വേജ്. ഇവിടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു മിക്ക താരങ്ങളോടൊപ്പം അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല നല്ല വേഷങ്ങൾ കഴിഞ്ഞ്. സുധീർ ഗോപി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? പുള്ളിയുടെ അഭിനയം ഓക്കെ. ആദ്യം കണ്ടപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഐ എം ബിഗ് ഫാൻ ഓഫ് യു എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു 10-20 ദിവസം ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയത്ത് എനിക്ക് ഇയാളെ ഒരു മനുഷ്യനായിട്ട്, ഒരു ജസ്റ്റ് ആസ് എ ഹ്യൂമൻ ബീങ് ഐ റിയലി ലൈക്ക് ഹിം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ദിവസം സംസാരിക്കുന്ന ആൾക്കാരല്ല, പക്ഷേ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? അല്ല, അത് പല ആളുകളും പല രീതിക്ക് വരും. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു സാധനമായിട്ട് നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യണം. കാരണം വെച്ചാൽ ആ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. അല്ല, നമ്മളിവിടെ വെറുതെ ക്യാരമലിരുന്ന് പറഞ്ഞു, ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ സാധനം ഓർത്തെടുക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം. നിങ്ങൾ ആദ്യമായിരിക്കുമല്ലോ കണ്ടുമുട്ടുന്നത് അല്ലേ ഈ ലൊക്കേഷനിൽ? ഇതിനുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സാധനം കൂടെ തീർച്ചയായിട്ടും സുധിയുടെ ക്യാരക്ടേഴ്സ് സിനിമകളായിക്കോട്ടെ, അതായത് എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ഒരു സിനിമയിൽ സുധി ഉണ്ടെങ്കിൽ അത് നല്ല കഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും പുള്ളിക്കാരൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ചോയ്സസ് അങ്ങനെയായിരിക്കും. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. സുധി ഒരു സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്ന് അതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അല്ല, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥ, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഏതൊക്കെ രീതിക്ക് നമ്മളൊക്കെ ഒന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്ന മലയാളികളിലൊക്കെ പല ആൾക്കാരും കുറവായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കണ്ടാൽ ചിരിക്കാൻ വില വൈകുന്ന ആൾ. പക്ഷെ അതിലൊക്കെ പ്രസൻ്റാണ് ഇദ്ദേഹം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇദ്ദേഹം അഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കിയാൽ അതെല്ലാം വിജയിക്കുന്ന സിനിമകളിലെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ്. ആദ്യം കണ്ടു കഴിയുന്നത് സിനിമയിൽ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടു കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് കഥ കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഉണ്ട്, സിനിമയിലുണ്ട് പറയുമ്പോൾ നമുക്ക് ഇത് കഥ കേട്ടിട്ട് ഈ ക്യാരക്ടറിലൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്. അതല്ല, ഇങ്ങനെ പ്ലാനിങ്, അതൊരു ഇമ്പോർട്ടൻറ്റ്, വെറുതെ നമുക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറല്ല. അപ്പോൾ അതിലേക്ക് വരുന്നത് ശരിക്കും ഞാനല്ല ഇത്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ സിനിമ കൊണ്ടുള്ള പരിചയമുള്ളൂ. സത്യത്തിൽ ഹരീഷ് വന്ന് അഭിനയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. ഈ പടത്തിൽ ഏറ്റവും നല്ല ആൾ വന്ന് അഭിനയിക്കണമെന്ന് ഇഷ്ടപ്പെട്ടു നമുക്ക് പറയാൻ പറ്റും, വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാറില്ല അങ്ങനൊന്നും. നമ്മുടെ സിനിമ സബ്ജക്റ്റ് വൈസ് വലിയ പടമാണ്, പക്ഷെ അത് ബഡ്ജറ്റ് ആൻഡ് എല്ലാം കൊണ്ട് നമുക്ക് ഇതൊരു ഈ പറഞ്ഞ തൊട്ട് വലിയ നമുക്ക് അത്ര വലിയ പടങ്ങളല്ല. നമുക്ക് കുറച്ച് ദിവസം ഷൂട്ടിങ് വെച്ചേക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹരീഷിന് സ്വാഭാവികമായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൂട്ട് നടന്നത്. അതുവരെ എനിക്ക് ഹരീഷ് എന്ന ആളിൽ നിന്ന് ഞാൻ കണ്ടേക്കുന്നത് വലിയ വലിയ പടങ്ങളിൽ ഹരീഷിനെ കണ്ടേക്കുന്നത്. സാധാരണ ഒരു മലയാളത്തിലെ ചെറിയ പടങ്ങളൊന്നും ഞാൻ ഹരീഷിനെ കണ്ടിട്ടില്ല. ഇല്ല അമലേട്ടൻ്റെ പടത്തിലൊക്കെ ഞാൻ ലാസ്റ്റ് കണ്ടത് ഭീഷ്മല ലാസ്റ്റ് കണ്ടത് ഇല്ലേ റിലീസായത്. പിന്നെ അപ്പോൾ കണ്ടതെല്ലാം വലിയ പടത്തില്. പിന്നെ അഭിനയിക്കുന്ന തെലുങ്ക്, തമിഴ് ഇതില്. പിന്നെ കുറെ പേർക്കൊക്കെ സത്യത്തിൽ എനിക്കും അറിയില്ലായിരുന്നു മലയാളിയാണ് സത്യത്തിൽ. പിന്നെ അറിയുന്ന ചിന്നുവിൻ്റെ വൈഫിനെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നാണ് അത്. പക്ഷെ എന്നാൽ പോലും ഹരീഷ് മലയാളിയാണ്, മലയാളം അറിയാവുന്നോ ഒന്നും അറിയില്ല. പിന്നെ ഈ പടത്തിൽ വന്നപ്പോഴാണ് ഹരീഷിനെ കാണുന്നത്. ഞങ്ങൾ സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ സമയത്താണ് ഹരീഷിനെ കണ്ട് ചില ആൾക്കാരെ നമ്മൾ കണ്ടാലും നമ്മൾ അവരുമായിട്ടൊക്കെ സ്വാഭാവികമായിട്ട് സിങ്കാകാൻ ടൈം എടുക്കും. നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മളോട്ട് സെറ്റ് അങ്ങനല്ല, അവരവരുടെ രീതിയിൽ അവർക്ക് ചിലപ്പോൾ അനുഭവങ്ങളാണ്, ചിലപ്പോൾ പോയി സെറ്റായി കുരിശായ പല പല അനുഭവം കാണും ഇല്ലേ, പല സംഭവം കാണും. പക്ഷെ ഹരീഷുമായിട്ട് നമുക്ക് അത് കുറേ ദിവസം ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടൊന്നുമല്ല, പെട്ടെന്ന് മെൻ്റലി ഭയങ്കരമായിട്ട് അടുത്ത് എന്നാൽ വിളിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. നമുക്കങ്ങനെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. അത് അഭിനയിക്കുന്ന കാര്യത്തിലല്ലേ, സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അഭിനയിക്കുന്ന പരസ്പരം അഭിനയിക്കുന്ന സിംഗൊന്നുമല്ല പറഞ്ഞാൽ പേഴ്സണലി എന്തൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ചില ആളുകളായിട്ട് അങ്ങനെ കൂടാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ നമ്മളും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കാണുന്നതല്ലേ. നമ്മൾ
വളർന്നത് കൊച്ചിയിലാണ്. പല തരക്കാരൊക്കെ കണ്ട ആൾക്കാരാ. പക്ഷെ ചില ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ മലയാളം അറിയാത്ത റിതേഷിനോട് ഞാൻ ഇത്ര നാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മലയാളം അറിയാത്ത റിതേഷിനോടും ഒട്ടും മലയാളം അറിയാത്ത ഇതായിരിക്കുന്ന നമ്മുടെ DOP ബാബിയോടൊക്കെ സംസാരിക്കണമെങ്കിൽ അത്രയും സെറ്റാണ് ഈ പടത്തിൽ. പ്രൊഡ്യൂസേഴ്സ് അവർ കാശ്മീരിയാണ്, പഞ്ചാബീസാണ് ഇതിൻ്റെ. അഭിനയിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരുള്ളൂ പ്രോപ്പർ, ബാക്കി എല്ലാവരും അങ്ങനല്ലേ. ഒരു പാൻ ഇന്ത്യൻ ആണ് മൊത്തത്തിൽ. പിന്നെ ഇവരുടെ ഓരോ പേഴ്സണൽ ഇവരുടെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞെട്ടിപ്പോ ഇവർ ചെയ്ത പടങ്ങളും ഇവർ ചെയ്ത വർക്കുകളും എന്തൊക്കെയാന്ന്. ഇതിനകത്ത് അഭിനയിച്ച ആരും കൂടെ അഭിനയിച്ച എല്ലാവരും അങ്ങനെ. ഞാനായാലും ശ്രീകാന്ത് ചേട്ടനുണ്ട്, പാർവതി ചേച്ചിയുണ്ട്, പ്രശാന്ത്, കോപിക. അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല ടീമാണ്. നല്ലൊരു ടീം വർക്കാണ്. നല്ല ടീം വർക്ക്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ആണെങ്കിലും അല്ലാതെ I want to just say one thing because you were talking about Harish. I want to say one thing. ഹരീഷ്, Yeah, when we spoke to him about, we had a X number of days for his shoot, for shooting, and there were some scenes where we didn't need him, but we needed his cues, which the team was going to give the cues. He used to call me every day. No, I'll come. He had not one shot also in the day. 6 or 7 or 8 days. He used to come every day just to give cues to the other actors. ഓ Not take a single shot. So 2 days I didn't call him. So third day he called and said, Ritzi, call me, I'll come. I said, but I have no shot. I feel so bad. You are sitting there. And he'll sit next to me and give the cues for all the other actors, you know. And that is how everyone functioned on the team. So we also were wondering why, why he does not need. അല്ല, മറ്റേ ചിലതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാനേ നോക്കുള്ളൂ. അതാ ഈ കഥയിൽ ഈ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഒരുമിച്ച് നിന്ന് ഇത് ചെയ്തില്ല എങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. ഇത് നിന്റെ ഡയലോഗ്സ് നീ വന്ന് പറഞ്ഞിട്ട് പോയി, ഇങ്ങനെയല്ല. ഇവിടെ ആ ഒരു കൊളാബറേഷൻ എല്ലാവരും തമ്മിലുണ്ടെങ്കിൽ ഈ ഒരു സിനിമ വർക്കൗട്ട് ആവും. അങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്തത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ കഥ കേട്ട മൊമെന്റ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒരു തോട്ട്, സിനിമയുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇവർ 5-6 ദിവസം മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് എനിക്ക് ആ കഥയിനോട് തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടാവും. എൻ്റെ ക്യാരക്ടറുടെ പേര് നിത്യ എന്നാണ്. പിന്നെ ഈ ഒരു 6 പേരിൽ ഒരാൾ ഒരു സിറ്റുവേഷനിൽ പെടുന്നൊരു ആള്. പിന്നെ നമുക്കൊന്നും അധികം പറയാൻ പറ്റില്ല, പ്രശ്നം. കഥയിലേക്ക് പോകാതെ നമുക്ക് പറയാവുന്ന പറഞ്ഞു. പക്ഷെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരു കണക്റ്റഡ് കോറായ ഒരു കഥയാണ്. എങ്ങനെയാണ് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നത്, എന്നെ ചേട്ടൻ്റെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ, ചേട്ടൻ്റെ ക്യാരക്ടർ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണക്റ്റഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമ്മള് എല്ലാവരും കൂടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരും ഷെയർ ടാക്സിയിലൊക്കെ ഒരു വണ്ടിയിൽ നമ്മള് യാത്ര ചെയ്യുന്ന ആണ് എൻ്റെ ഒരു പടത്തിന്റെ. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ചിലപ്പോൾ നമ്മൾ പടം കണ്ട് ഇറങ്ങുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരിക്കാം. അത് നമുക്ക് അറിയാവുന്നത് എല്ലാവർക്കും നമ്മള് ചെയ്യുന്നല്ലേ. ഇപ്പൊ നമ്മള് പല രീതിയിലൊക്കെ യാത്ര ചെയ്യില്ലേ. ഇപ്പൊ പണ്ട് ലോറിക്കൊക്കെ ലിഫ്റ്റ് അടിച്ച് വരില്ലേ, ഇല്ലേ? ഇപ്പൊ അങ്ങനെ അധികം ഇല്ലെന്നാണ്. പണ്ട് നമ്മൾ പരിചയം കാണില്ല, ആരാണ് ലോറി ഒന്നും അറിയില്ല, അല്ലേ? എത്രയോ പ്രാവശ്യം വന്നേക്കുന്ന അവിടെ നിന്ന് ടാങ്കർ ലോറി. 100%. എൻ്റെ ഒരു പരിചയക്കാരനെ ടാങ്കർ ലോറി വന്നിട്ട് സ്പിരിറ്റ് ലോറി ഇടിച്ച് അവൻ അകത്ത് പോയതാ. അല്ല പണ്ട്, മനസ്സിലായോ? അല്ല, അതെന്തോ പ്രശ്നമായിരുന്നു ഒരു വണ്ടി. എന്നിട്ട് പിടിച്ചപ്പോ അവനെ കൊണ്ടുപോയി. അന്ന് പിന്നെ ഈ ചോദ്യം പറച്ചിലൊന്നും ഇല്ല, നല്ല ഇടി കിട്ടി. അത് പറയില്ല. അല്ല പറയാ, അല്ല ഞാൻ പറയാം, അങ്ങനെ ഞാൻ തമ്പാക്കാമായിരുന്നു. നിങ്ങളെ കേസ് കുത്തിപ്പോക്കാൻ വേണ്ടിയാണോ? നമ്മള് നാളെ ഈ കേസ് തെളിവില്ലാണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളെ ആ കേസിന് തുമ്പ് കിട്ടിയിരിക്കുന്നു, സുധീക്കൊപ്പയ്ക്ക് അറിയാവുന്നതാണ് അതിലേക്ക് പ്രതികരണം എന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ വെറുതെ വെറുതെ ഉണ്ടാക്കി കഥയല്ലേ. അല്ല, പണ്ട് നമ്മളൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്ന കാലത്ത് പോയിട്ടുണ്ട്. ഓട്ടോയ്ക്ക് ഷെയർ ചെയ്ത് നമ്മൾ പോകും. അങ്ങനെ കാലഘട്ടം. ഇപ്പോഴാണ് അതൊക്കെ മാറിയത്. അപ്പൊ അവിടെ പല ആളുകളാണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊരു കഥാപാത്രം ചിലപ്പോൾ ഞാനാകാം, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ളവരാകാം. നിങ്ങളുടെ ഓരോ കഥാപാത്രം ഞങ്ങളിലേക്ക് എത്തും ഈ സിനിമ. അങ്ങനെ എത്തുമ്പോഴാണ് സിനിമയുടെ വിജയം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സിനിമ കൊണ്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പം എനിക്ക് ഇഷ്ക് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായ സിനിമയാണ്. അതിൽ ആൻഡ് ദ ക്യാരക്ടർ വാസ് ബ്രില്യൻറ്റ്. അതുപോലത്തെ ഒരു
സിനിമയായിരിക്കും, അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതും. ആൻഡ് കരിയറിൽ ഭയങ്കര ഇതിപ്പം ഇപ്പോഴും എത്ര 3-4 കൊല്ലമായോ ഇഷ്ക് വന്നിട്ട്? 4 കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു സിനിമയായിരിക്കും. അതേപോലത്തെ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും. അതുപോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇതെങ്കിലും ഉണ്ടല്ലോ, ഇത് അതുക്കും മേളിൽ നിൽക്കുന്ന സൂപ്പർ. അങ്ങനെ ആവട്ടെ. പക്ഷെ അത് ഓഡിയൻസിൻ്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ എൻ്റെ ഭാഗം ഞാൻ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ഇരുന്നിട്ട് ഞാനും ഡയറക്ടറും ഇരുന്നിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ നല്ല ഫെയ്ത്ത്ഫുള്ളി നല്ല ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ആവണം, ആൾക്കാർക്ക് അത് മനസ്സിലാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പം ചെയ്തു വെച്ചിരുന്ന സിനിമകൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇഷ്കിൻ്റെ പേരെടുത്തു വേറെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കെന്നും പ്രിയം, ആ ഇഷ്കിലേക്കൊരു പ്രിയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആളുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും അവർക്ക് ആ പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ കുറേ ഫ്രണ്ട്സും കുറേ പിള്ളേർ ആ പറയുവാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കവർ ഉണ്ടാക്കിയിട്ട് ടാഗ് ചെയ്ത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോർത്ത് ബംഗ്ലാദേശ്, ശ്രീലങ്ക പലയിടത്തു നിന്ന് ഇപ്പോഴും അതിൻ്റെ പ്രിസിഷൻ കിട്ടുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല ഇത്ര ഒരു ഇമ്പാക്റ്റ് ആവുന്നത്. ഞാൻ അന്ന് ഇഷ്കിൽ ഓഡിഷൻ ചെയ്ത് കയറുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇത് ഇങ്ങനൊരു ഹിറ്റാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഷൈനുണ്ട് ഇതിൽ, ഷൈൻ ടോം ചേട്ടനുണ്ട്, പിന്നെ ഷെയ്നുണ്ട്, ജാഫർ ഇടുക്കി ചേട്ടൻ, എല്ലാവരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് അന്ന് ഷെയ്ൻ ഒരു നല്ലൊരു ആക്ടറാണ്, എനിക്ക് ഷെയ്ൻ്റെ ഒപ്പം അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്തിന് കിട്ടിയ റോളാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ. ഇറങ്ങി കഴിഞ്ഞിട്ട് വസുധ ആസ് എ ക്യാരക്ടർ ഇത്രയും ആക്സെപ്റ്റഡ് ആവുമോ എന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കുറേ ആ സമയം നമുക്ക് റീൽസ് ഒന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു ഞാൻ പറയുവാൻ. പക്ഷേ കുറേ മീംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പോസിറ്റീവ് റിവ്യൂസും മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും അതർ ലാംഗ്വേജസിലേക്ക് വിളിക്കുമ്പോഴും അവർ ഇഷ്കിൻ്റെ റെഫറൻസ് പറയുന്നുണ്ട്. പിന്നെ എസ്ര ചെയ്തത് കാരണമാണ് എനിക്ക് ഇഷ്ക് കിട്ടിയത്. അങ്ങനത്തെ ഒരു കണക്ഷൻ E4 കൂടെ തന്നെ 2ാമത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റി. അതിൽ ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ഫോർ ഷുവർ. എല്ലാം കുറേ പഠിപ്പിച്ചു. ഞാൻ അഭിനയിച്ച നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പമാണ്. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് നല്ലൊരു റിച്ചായ, നല്ല ടാലൻറ്റഡ് എക്സ്പീരിയൻസ് ആയുള്ള ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കാൻ കിട്ടി. ഹരീഷ് ചേട്ടൻ ഡെഫിനറ്റ്ലി കുറേ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ചേട്ടൻ ലാസ്റ്റാണ് വന്നത്, ഞാൻ കാസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വന്നത്. അപ്പം നമ്മളെല്ലാവരും ത്രില്ലടിച്ചിരുന്നത് ചേട്ടനാണല്ലോ നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. സോ എല്ലാ എലിമെൻസും ഒന്നിച്ച് കറക്റ്റായിട്ട് പെർഫെക്റ്റായി ഫിറ്റ് ചെയ്ത് മാല ചേച്ചി, പ്രശാന്ത് ഏട്ടൻ, സുധി ചേട്ടൻ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ അത് ഞാൻ ആദ്യം വിചാരിച്ച ചിലപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പേഴ്സണലി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഒപ്പം കറക്റ്റായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം, വീക്കസ്റ്റ് ലിങ്ക് ആവാൻ പാടില്ല, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു പോസിറ്റീവായ ഒരു നല്ലൊരു ആംബിയൻസ് ആയത് കാരണമാണ് നമുക്ക് ഈ ഒരു പടം ഈ ഒരു ഓണസ്റ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അത് ഡെഫിനറ്റ്ലി ഡയറക്ടറിനോട് ചോദിച്ചു എന്നെ എന്തിനാണ് ഈ സിനിമയിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചത് ഏതെങ്കിലും ഘട്ടത്തിൽ? ഇപ്പോഴെങ്കിലും ചോദിക്കട്ടെ, ഇപ്പോഴെങ്കിലും ചോദിക്കട്ടെ. എന്തിനാ വിളിച്ചത്? ആ രീതിക്ക് ചോദിച്ചൊന്നും ആക്ഷൻ എനിക്ക് ഇഷ്ടം. എന്തിനാ വിളിച്ചത്? അതെനിക്ക് കിട്ടി. ഇതൊന്നും ഇപ്പോഴെങ്കിലും ചോദിക്കാം. Actually, when we first met, she said something about the character which I also had not thought of actually, which I can't say now actually because we can't reveal before the release. But there was one very important layer of the character which I never thought about it. Means it was obvious there, but no one said it. When she said it and she said a few words about the character that I think she is this person, I was quite surprised. And that's what, when I went back after the meeting, I told the team that this is the Nitya we need. Because she already has understood the character. She will build the character now. We have a base, but she will build it. And that's what happened. So she has one notebook which is just notes of this character. I think at least some 40-50 pages of the character she has written. इसका पहले कौन सा सिनेमा देखा? किसका? इसका. इश्क. ഇഷ്കാണ് എവിടെ എത്തുന്നത്. ഇനി എത്തേണ്ട ഏതാന്നല്ലോ.
റൈറ്റ്. അതാണ് ഈ സിനിമ മാറ്റി വരയ്ക്കാൻ പോകുന്നത് നമുക്ക്. അടിപൊളി. അങ്ങനെ വരെ ഉണ്ടാകും അല്ലേ? അതല്ല വേണ്ടത്. ഉറപ്പായിട്ടും. ഈ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചൊക്കെ പോയി, ഇങ്ങനെ തെലുങ്കിലൊക്കെ പോയി, മലയാളത്തിൽ വീണ്ടും എത്തി, മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വരുവാണ്. വീണ്ടും എത്തുന്ന അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് വേറൊരു ഭാഷയാണ്. തിരിച്ചു വന്നു ഞാൻ പറയില്ല. തിരിച്ചു വരവില്ല. നിങ്ങള് തിരിച്ചു വന്നപ്പോ എന്ത് തോന്നി? വീണ്ടും അതില്ല, പോയപ്പോ എന്ത് തോന്നി? അതെനിക്കില്ല. ആ സാധനം ഞാൻ പറഞ്ഞു വന്ന ഇവിടെ ഇരിക്കാം. ഈ ഭാഷ അല്ല, ഞാൻ പറഞ്ഞു വന്നിട്ട് അത് എന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടുന്ന് പോകുന്നു, തെലുങ്കിലേക്ക് പോകുന്നു, മറ്റു ഭാഷയിലേക്ക് പോകുന്നു. മമ്മൂക്കായിൽ നിന്നും നമുക്ക് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും കുറേ മെയിൻ താരങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ. മമ്മൂക്കായിൽ നിന്നും കൃത്യമായി പഠിച്ചൊരു പാഠം എന്തായിരിക്കും? പുള്ളിക്കാരൻ ഭയങ്കര ഒബ്സർവൻ്റാണ്. അതായത് ഇപ്പം ഈ റൂമിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരൻ കയറി വരുന്നുണ്ടെങ്കിൽ ഈ റൂമിൽ ഉള്ള എല്ലാവരുടെ പറ്റിയും ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ പോലെ ഇങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മറ്റേ ഡേറ്റ പുള്ളിക്ക് എത്തിയിട്ടുണ്ടാവും. അത് ഭയങ്കരം. അതായത് ആദ്യത്തെ ദിവസം, അതിനു മുമ്പ് ഞാൻ മമ്മൂക്കനെ കണ്ടിട്ടില്ല. ആദ്യത്തെ ദിവസം ലുക്ക് ടെസ്റ്റിന് വേണ്ടി ഞാൻ ലൊക്കേഷനിൽ പോയി. ഞാൻ കോസ്റ്റ്യൂം ഇട്ട് ഞാൻ അമലേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക വന്നു. റെഡിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അമലേട്ടനെ കാണാം. അപ്പം കയറി വരുമ്പം ഞാൻ എണീറ്റ് നിന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഞാനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തു. ആ ഇവിടെയാ നാട് എന്നൊക്കെ ചോദിച്ചു. അപ്പം ആരെയും മിസ് ചെയ്യുന്നില്ല. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരനെ അത് ചോദിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ നേരെ അമലേട്ടൻ്റെ അടുത്ത് പോവാം. പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അതാ നീ എന്ന് ചോദിച്ചു. അത് ഭയങ്കര പുള്ളിക്കാരൻ ഭയങ്കര ഒബ്സർവല്ല. പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ നോളജ്, എന്താ പറയുക, എൻസൈക്ലോപീഡിയ ആണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ കുറേ സാധനങ്ങൾ പറയും. നമ്മളാ തിരിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യു ബെറ്റർ ബി ഷുവർ ഓഫ് ഇറ്റ്. അതില്ല എങ്കിൽ ചോദിക്കാതെ മിണ്ടാതെ കേട്ടിരിക്കുക ഉള്ളത്. പക്ഷേ ഭയങ്കര പുള്ളിക്കാരൻ്റെ എനർജിയും ആ ഒരു ഓറയും ഭയങ്കരമാണ്. ഈ ഭീഷ്മപർവം കഴിഞ്ഞ ശേഷം ആറമ്മ ചെയ്തത് അല്ലേ? അതിനുശേഷം ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിതായിരിക്കും റിലീസിന് വരുന്നത് അല്ലേ? കൂടുതലും മലയാളത്തിൽ കൂടുതലും നമ്മൾ ചെയ്യുന്നത് മറ്റ് അന്യഭാഷകളായിരിക്കുമോ? ഇതിപ്പം ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം ഞാനിപ്പം കത്തനാർ കഴിഞ്ഞു മലയാളത്തിൽ. കത്തനാർ ചെയ്തിട്ടുണ്ട്. പിന്നെ സോണിയിൽ വെബ് സീരീസ് PR ഡയറക്ഷനിൽ അത് ചെയ്തു. തമിഴിൽ 2 പ്രോജക്റ്റ് ഉണ്ട്. തെലുഗുവിൽ കത്തനാർ വലിയ പ്രൊജക്റ്റാണ്. വലിയ പ്രോജക്റ്റാണ്. കത്തനാർ 23 അല്ലേ? 23 തുടങ്ങിയ പ്രോജക്റ്റാണ്. അതിൽ നിന്ന് ഒന്ന് ഗെറ്റപ്പ് മാറ്റി വേറെ സിനിമയ്ക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. ലക്കിലി അതെനിക്കൊരു ഭയങ്കര പ്രാക്ടിക്കലി ഒരു പോസിബിൾ പരിപാടിയായിട്ട് സെറ്റായി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പോകാൻ പറ്റിയിട്ടില്ല. അതൊരു ഭാഗ്യമാണ് അല്ലേ? അല്ലെങ്കിൽ അതിൽ ലോക്കായിരുന്നു. വേറെ സിനിമയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കത്തനാരുടെ ലാസ്റ്റ് ഡേ ഷൂട്ടും കുറച്ച് ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈ ലാസ്റ്റ് ഡേ. അതല്ലേ? ഇത് ഏതിനുള്ള ലുക്കാണ് വെച്ചിരിക്കുന്നത്? നാട് നിങ്ങളുടെ നാട്ടിലെ തൊടുപുഴ. ഞാൻ വരുന്നുണ്ട്. അതല്ലേ സെക്കൻഡ് ഇതല്ലേ തുടങ്ങിയില്ല? അവിടെ നടക്കുന്നുണ്ടല്ലോ. അല്ല, പഴയ പുതിയ കാലല്ലേ? ഞാൻ വരുന്നുണ്ട് ചെയ്യാൻ. അഭിനയിക്കുന്നുണ്ട്. രംഗത്ത് മുളയില് തുള്ളിക്കൂട്ട. എന്ത് കുഴപ്പം? കുഴപ്പമുണ്ട്. ഞങ്ങൾക്ക് അഭിനയിക്കണ്ടേ? ഞങ്ങളിപ്പോ ഓൺലൈൻ ചാനൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്താ. പിന്നെ ജോമൻ ഇപ്പൊ തന്നെ ഫോൺ സ്പീക്കർ ഫോൺ വയ്ക്കുക എന്നെ ഫീൽ ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അല്ലേ? നമ്മുടെ നാട്ടിലെ ഷൂട്ടാന്ന് ഞാൻ അറിഞ്ഞു. അത് ഈ ആദ്യത്തിരി നമുക്ക് ഒത്തിരി പ്രതീക്ഷ വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഓരോ സിനിമകളിലും അത് ഈ പറഞ്ഞ പോലെ വിജയബാബുന് ഫസ്റ്റ് എനിക്ക് പരാജയപ്പെട്ട് സെക്കൻഡാണ് എനിക്ക് ഹിറ്റ് അടിച്ച് പോയത്. ഫസ്റ്റ് ഒരു പരാജയത്തിലേക്ക് വന്നു, സെക്കൻഡ് ഹിറ്റ് അടിച്ച്. പിന്നെ ഒരു 3ലേക്ക് വരുമ്പം എനിക്ക് അതിലും കൂടുതൽ ബജറ്റിലേക്കാണ് പോകുന്നത്. ഇത് ഈ 2 സിനിമ എടുത്തതിലും കൂടുതൽ പണം വരുന്നുണ്ട് ഈ തേർഡ് പാർട്ടി എടുക്കുമ്പോൾ. അത്രയ്ക്കും വലുപ്പമാണ് സിനിമയ്ക്ക്. ആ ഒരു കഥാപാത്രം വീണ്ടും ആകാനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് തന്നെ നമ്മള് മറ്റുള്ള പടങ്ങൾ പോലുള്ള അതിനൊരു ഒരു ലുക്ക് വൈസ് നമ്മൾ തന്നെ സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യം. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ആ പടം വേറെ പടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ പടം ചെയ്യണം. കാര്യം ആ പടത്തിൽ നമ്മുടെ രൂപം ഇങ്ങനെ ആയിരിക്കണമെന്ന് അവരെ പോലെ തന്നെ നമുക്കും
കാണുന്ന ആൾക്കാർക്കും ആവശ്യമുള്ള കാര്യം ഇല്ലേ? അപ്പൊ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പാ. ഒരു 3-4 മാസമായി കാണും ഷൂട്ടിംഗ് നടക്കണം. ഇനിയും കിടക്കുവാണ്. പിന്നെ മഴയൊക്കെ വന്നോണ്ടാ. മഴയത്തെ പാലക്കാട് ഒത്തിരി പെട്ടുപോയല്ലോ. മഴ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ മെയ് ലാസ്റ്റ് തുടങ്ങിയ ഷൂട്ടാണ്. ഇനിയും കുറെ ദിവസം ഉണ്ടല്ലോ. ഇനി ഡിസംബർ പകുതി കാണും മിക്കവാറും. അപ്പൊ ആ സിനിമയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സിനിമയുടെ പഴയ കാലഘട്ടം കഴിഞ്ഞു, ഇനി പ്രസന്റ്. നാളെ തുടങ്ങും. ശരി, നാളെ ഇന്ന് തുടങ്ങണ്ടേ, നാളത്തേക്ക് മാറി. ഇന്ന് തുടങ്ങണ്ടായിരുന്നു, നാളത്തേക്ക് മാറി. ഈ ഡയറക്ടറിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മലയാള സിനിമയിൽ ആരെയാണ് ഓർമ്മ വരുമെന്ന് പറയാൻ പറ്റും? ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. അല്ല അത് പറയാം. നിങ്ങൾ പറ. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വെട്ടാ. പറ. ഞാൻ എനിക്ക് വന്നപ്പോൾ തൊട്ട് ഈ സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞ ഞാൻ വന്നപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിന്റെ പൈസ കയറ്റാൻ മനസ്സിൽ ഇങ്ങനെ എങ്ങനെയുള്ള ആളാന്ന് പറ. ദൈവം സത്യം അങ്ങനെ എന്റെ മനസ്സിൽ. ഞാൻ അതാ പിന്നെ നിങ്ങളോട് മലയാളത്തില് ഏത് ടൈപ്പ് റോൾ ചെയ്യാൻ പറ്റിയ ആളാന്ന് പറ. ഞാൻ പേര് പറഞ്ഞപ്പാ, നമ്മുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റിയ ആളാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ സംസാരിച്ച പറഞ്ഞല്ലേ ചോദിച്ച. അല്ല എനിക്കത് കിട്ടിയെന്നേ. പക്ഷെ സത്യം പറയണ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരലായിരുന്നു. സത്യസന്ധമായിട്ട് പറയണം. നേരത്തെ പുള്ളി ഇങ്ങനെ ഒരു ഞങ്ങൾ പറഞ്ഞു അഭിനയിക്കാനുള്ളൊരു ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്ന 100% ഉണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു അത് ശരിയാവില്ലെന്ന് പറഞ്ഞു വിട്ടു. അല്ല സാധാരണ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കേൾക്കാൻ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ എനിക്ക് ഡയറക്ഷൻ തന്നെ എന്റെ എയിം, എന്റെ അതാണ്. എനിക്ക് അഭിനയം എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടംപോലെ ഓഫർ വന്നിട്ട് ഞാൻ നിരസിച്ച. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഓക്കെ കറക്റ്റാന്ന് പുള്ളി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞ ബുദ്ധിയാ അവർ വിട്ടു എന്ന് പറഞ്ഞു. വൈകുന്നേരം നീ ഏത് വണ്ടി ട്രെയിൻ നോക്കിയപ്പോ ട്രെയിനൊന്നും ഇല്ല, ഫ്ലൈറ്റും. അല്ല ഇതൊന്ന് പറഞ്ഞു എനിക്കത് എന്റെ ഇങ്ങനെ നിൽക്കുവാട്ടെ. സത്യം പറയണ എനിക്ക് ഭയങ്കര പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പഴയ നമ്മുടെ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ മലയാളത്തിലെ ആൾക്കാർ കുറവെന്ന് പറഞ്ഞു. പഴയ ഈ സൗണ്ട് അത്ര വലിയ ബാസൊന്നും അല്ല. സൗണ്ട് ഞാന് ആരാ സതീഷ പറയാ. എന്തായാലും അത് നമുക്ക് പിന്നെ റിവീൽ ചെയ്യാം. അതും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ ചാനൽ വഴി പറയുന്നുണ്ട്. എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞു അതാരാണ് ധൈര്യമായിട്ടും. അല്ല ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് റിതേഷ് മലയാളത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ റോളുകളൊക്കെ ഇപ്പൊ മലയാളത്തിൽ പുറത്തൊക്കെ എബ്രോഡൊക്കെ പഠിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇപ്പൊ മലയാളം കറക്റ്റ് സംസാരിക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ കൃത്യമായിട്ട് കണ്ടാൽ തന്നെ ഒരു മലയാളിയാണ്, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ വളർന്നൊരു ലുക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ അബ്രോഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അവ നമുക്ക് അങ്ങനെ പണ്ട് നമ്മള് വിജയ് മേനോൻ സാറൊക്കെ അഭിനയിച്ചപ്പോ രഘുവരൻ സാറൊക്കെ അങ്ങനെ കുറെ റോൾസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഇല്ലേ? സാറൊക്കെ ചെയ്തിട്ടില്ലേ? അവരുടെ ഇംഗ്ലീഷും അവരുടെ ആക്സെന്റ് ഒക്കെ അടിപൊളിയല്ലേ, വേറെ ടൈപ്പ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഇത്തിരി കുറവല്ലേ ശരിയാണ് മലയാളത്തില്, ഇല്ലേ? 100% അതിലേക്ക് നമുക്ക് അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴും നിർത്തി പോവാന്നല്ല പറഞ്ഞത്, വേണ്ടെന്നല്ല. എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. നിരസിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. സുധി എന്ന് പറഞ്ഞാൽ എന്ത് പറയാതെയാണ്. പക്ഷെ അങ്ങനെ ഒരേ ആളുകൾ ഒറ്റ മലയാളത്തിൽ നിങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നില്ലേ? ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതല്ലോ, പുള്ളി ഇങ്ങോട്ട് വന്നല്ലേ. ഇടാൻ തീരുമാനിച്ചിട്ടില്ലോ. ശരി, ഇങ്ങോട്ട് തേടി വന്നാലോ. ഇനി കൊണ്ടുപോകണ്ടേ? അല്ല, ഇനിയും മലയാളത്തിൽ ഇനിയും പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. അത് വേണമെങ്കിൽ വെളിപ്പെടുത്തി ചോദിച്ചു. അത് അല്ല, വേറെ കാര്യം പറയാം. ഈ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന ഹൈദരാലി ഇപ്പൊ ഓൾറെഡി കുറെ പടത്തിൽ അഭിനയിച്ചു മലയാളത്തില്. കുറെ പടത്തിലായി ഇപ്പൊ. He's coming to shoot in Art 3 also. ഷൂട്ട് കാണാൻ പറഞ്ഞല്ലോ, അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ തൊടുപുഴയിലെ ഷൂട്ട് എടുക്കുന്നത്. പുള്ളിയുടെ വീടൊക്കെ അവിടെ. എന്റെ നാടും അതാണല്ലോ. അതാ തൊടുപുഴ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മലയാള സിനിമയിലെ എല്ലാ പടവും ഷൂട്ട് ഇപ്പൊ 4 പടത്തിൽ ഷൂട്ട് നടക്കും. ദൃശ്യം നടക്കുന്നുണ്ട്. ടോവിനോടെ കഴിഞ്ഞു. ആഷിഖ് ഉസ്മാന്റെ പടം തുടങ്ങുന്നു ഡിസംബർ 5-ന്. അതവിടെ തന്നെ വർക്ക് കഴിഞ്ഞല്ലോ. പിന്നെ വിസ്മയുടെ പടം കുട്ടിക്കാനത്ത് നേരെ തൊഴിലേക്ക് വരുന്നുണ്ട്.
ദിലീപേട്ടൻ്റെ പടം അല്ലേ? അല്ല, വിസ്മയുടെ പടം, ലാലേട്ടൻ്റെ മോക്കടെ പടം. അതല്ല, ദിലീപേട്ടൻ്റെ അത് പടം തുടങ്ങി. അത് കുട്ടിക്കാലത്ത് നിന്ന് ഇവിടെ ലാലേട്ടന് കുറച്ച് കാലത്തേക്ക് തൊടുപുഴ തന്നെയാണ്. അതെ, അത് ഈരാറ്റുപേട്ടയാന്ന് പറഞ്ഞല്ലേ, പാല ഈരാറ്റുപേട്ട അല്ലേ? അപ്പം കുറേ നാളുകൾക്ക് ഇനി തൊടുപുഴയാണ് ലാലേട്ടൻ അടുപ്പിച്ച് സിനിമകൾ. ഡിസംബർ 5 ആഷിഖ് ഉസ്മാൻ്റെ പടം തുടങ്ങുന്നു, ലാലേട്ടൻ്റെ പടം. പിന്നെ മോൾ അഭിനയിക്കുന്ന പടം കുട്ടിക്കാലത്ത് പിന്നെ ഇങ്ങോട്ട് തൊടുപുഴയ്ക്ക്, വാഗവളിലും തൊടുപുഴയ്ക്കും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ആട് അവിടെ കിടന്ന് കളിക്കാൻ പോവാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ ഹൈദരാലിയും പറഞ്ഞത്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ പോണ എൻ്റെ കുഞ്ഞു ഞാൻ കൂടെ വരുന്നേ ഇല്ല. സമാധാനമായോ? നിങ്ങൾ വാ, ഞാനൊരു ടാക്സി വിളിച്ച് ഞങ്ങൾ ഷെയർ ഇട്ട് അങ്ങോട്ട് വരാം. അതെ, നിങ്ങൾ ഒരു റൈഡ് അങ്ങോട്ട് വാ. തീർച്ചയായിട്ടും വരുന്നത് നിങ്ങൾ മറന്നു പോകേണ്ട. ഡിസംബർ 5 നിങ്ങൾ ടാക്സിയിൽ ഷെയർ കൊടുത്തങ്ങ് വന്നിട്ട് നിങ്ങൾ ഇറങ്ങി അതേ ടാക്സിയിൽ പോകുമ്പോൾ ആ ടാക്സിയിലുണ്ട് ആ അനുഭവം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ സിനിമയായിരിക്കും ഈ സിനിമയെന്ന് വിശ്വസിക്കുന്നു. സൂപ്പർ ഹിറ്റാകട്ടെ, സിനിമയുടെ കൂടെ ഉണ്ടാവും. സിനിമ കാണുക, തിയേറ്ററിൽ കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. OTT കാത്തിരിക്കരുത്, തിയേറ്ററിൽ പോയി കാണുക. സൂപ്പറാകട്ടെ, സൂപ്പർ വിജയമാകട്ടെ. താങ്ക് യു. താങ്ക് യു.